ഗണപതി ഗണപതി ഭഗവാന്റെ സാന്നിധ്യമുള്ള സ്വസ്ഥിരം പോലെ ഒരു പൂവ് നന്ദരിവട്ടം. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വിശ്വാസികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ഗണപതി ഭഗവാൻ എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് പോവാം. ഏഷ്യൻ ബുദ്ധമത പാരമ്പര്യത്തിൽ ആത്മീയതയുടെയും സൗമ്യതയുടെയും ചിഹ്നമാണ് സ്വസ്തിക. വലിയ നന്ദ്യാവട്ടം എന്ന പേരിൽ നിന്നാണ് നന്ദ്യാവട്ട എന്ന പേര് വന്നത്. മതത്തിന് സ്വസ്തിക ചിഹ്നം പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പൂവിന് നന്ദ്യാർവട്ടം എന്ന പേര് വന്നത്. ഈ ഇടയ്ക്ക് പ്രശസ്തമായ ഒരു മലയാള നടി വനിതാ ദിനമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നന്ദ്യാർവട്ട പൂ പോലെയാണ് സ്നേഹിക്കപ്പെടുന്ന സ്ത്രീ. ആ ഒരു പൂ പോലെ എന്നും പ്രകാശിച്ചിരിക്കും അവരുടെ മുഖം എന്നാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത്. ചിത്രത്തിനൊപ്പം ഈ നന്ദ്യാർവട്ടം പൂവിൻ്റെ ഇമേജും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് മൊത്തം വന്നത് ഈ പൂവിനെ പറ്റിയാണ്. നന്ദ്യാർവട്ടത്തിന് പല നാടുകളിലും പല പേരുകളാണ്. വിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ട പൂവാണിത്. അതുകൊണ്ട് ഇതിന് വിഷ്ണുപ്രിയ എന്നും വിളിക്കാറുണ്ട്. ശിവക്ഷേത്രത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ശിവനും നന്ദികേശനും വളരെ പ്രിയപ്പെട്ട പൂവായതുകൊണ്ട് ഇതിന് നന്ദികേശ എന്നൊരു പേരുണ്ട്. ദീപാവലിക്കും തൃക്കാർത്തികയ്ക്കും ഈ പൂവിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാർത്തിക പൂവെന്നും പേരുണ്ട്. ഹിന്ദിയിൽ ഇത് ചമരി, ചാർത്തിനി എന്നും വിളിക്കാറുണ്ട്. നന്ദ്യാർവട്ടം പലതരത്തിലുണ്ട്. ചക്രവർത്തി പൂവുണ്ട്, തിരിയുന്ന അരികുകളുള്ള ഇത്തരം പൂക്കളൊക്കെ ഉണ്ട്. പലതരത്തിലുണ്ട്, ഡിഫറെൻ്റ് കളറിലും. സ്വസ്തിക ചിഹ്നം അശുഭകാര്യങ്ങളില്ലാണ്ടാക്കും എന്നാണല്ലോ. സർവപ്രപഞ്ചത്തിനും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ പൂവിൻ്റെ അർത്ഥം നന്മകൾ, നല്ല കാര്യത്തിന് വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നന്മയുള്ള പൂവാണ് നന്ദ്യാർവട്ടം എന്ന സ്വസ്തിക പൂവ്. അപ്പോൾ ഇത്തരം ജ്യോതിഷ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.